ഇന്ന് ഞായറാഴ്ച കടമുള്ള ദിവസം ആനന്ദത്തോടെ ആർത്തിയോടെ തമ്പുരാൻ്റെ അടുക്കിലേക്ക് ഓടുന്ന നിമിഷം ജോലികൾ എല്ലാം മാറ്റിവെച്ച് വലിയ സ്നേഹത്തോടെ ആർത്തിയോടെ വിശുദ്ധ കുർബാനയിലൂടെ കണി കണ്ടുണരുവാനായിട്ട് ആർത്തിയോടെ പോകുന്ന മക്കളെ, ആർത്തിയോടെ നമുക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാം. ചെന്ന് നിന്ന് കൈകൾ കൂപ്പി ഹൃദയം തുറന്ന് ഭയഭക്തിയോടെ കണ്ണുകളടച്ച്, അടയ്ക്കേണ്ട സമയത്ത് അടച്ചും കണ്ണ് തുറന്നും കൈകൾ കൂപ്പി വിശുദ്ധ കുർബാന എന്ന് നമ്മൾ അർപ്പിക്കാം. കർത്താവെ, ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ബലി 5,00,000-ൽ പരം വിശുദ്ധ കുർബാന ഒരു ദിവസം അർപ്പിക്കപ്പെടുന്നല്ലോ. ഇന്നേ ദിവസം ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ ദൈവമേ, നിൻ്റെ മക്കളെല്ലാവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. ബഥേൽ മാതാവിൻ്റെ ടീമിനെ വളർത്തണമേ, ഉയർത്തണമേ. ടീമിൽ ധ്യാനം കൂടിയ മക്കൾ, ധ്യാനം വരാൻ പോകുന്ന മക്കൾക്ക് അനുഗ്രഹം നൽകണമേ. അവരെ തടസ്സങ്ങൾ മാറി അവർക്ക് നിലനിൽപ്പിൻ്റെ വരം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ ഞായറാഴ്ച, ഈ കടമുള്ള ദിവസം, ഈ സാപത്ത് ആചരിക്കുന്ന ദിവസം, യേശുവേ, ഇന്നത്തെ കർത്താവേ, അവിടുന്ന് കർത്താവെ വിശുദ്ധ കുർബാനയിലൂടെ പരിശുദ്ധ കുർബാനയുടെ ഞങ്ങളെല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം നൽകണമേ കർത്താവേ. കടഭാരങ്ങൾ, കടക്കണികൾ മാറട്ടെ കർത്താവെ. കുർബാനയുടെ ശക്തിയാൽ, വിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ, വിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ പഠിക്കാത്ത മക്കൾക്ക് നന്നായി പഠിക്കാനുള്ള അനുഗ്രഹം കൊടുക്കണമേ. യൂത്തന്മാർക്ക് കർത്താവെ, കുഞ്ഞുങ്ങൾക്ക്, കൗമാരപ്രായക്കാർക്ക്, യൗവനക്കാരുടെ വഴിതെറ്റി നടക്കുന്ന ജീവിതത്തിൽ നിന്ന് കർത്താവെ, ധൂർത്തപുത്രൻ തിരിച്ചു വന്നതുപോലെ അവരെ തിരിച്ചു കൊണ്ടുവരണമേ കർത്താവെ. യു ക്യാൻ ബാക്ക് ആൻഡ് സിറ്റ് വിത്ത് മീ. ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരാം. ഞാൻ നിനക്ക് നല്ല നല്ല കാര്യങ്ങൾക്ക് നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാം മക്കളെ. ഇന്നത്തെ ദിവസം അനേകായിരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹത്തിൻ്റെ ദിനമായി മാറട്ടെ കർത്താവേ. ദൈവമേ, കടഭാരങ്ങളായിരിക്കുന്ന, കടബാധ്യതയിൽ കഴിയുന്ന എല്ലാവർക്കും അവർ പാപബോധം, പശ്ചാത്താപം കൊടുക്കണമേ. അവർക്ക് മാനസാന്തരം കൊടുക്കണമേ. ബഥേൽ മാതാവിൻ്റെ ധ്യാനത്തിലേക്ക് വരട്ടെ കർത്താവേ. ബഥേൽ മാതാവിൻ്റെ ധ്യാനത്തിലേക്ക് കടന്നു വരട്ടെ കർത്താവേ. സെവിയൂർ നോർത്ത് മലയാറ്റൂരിലുള്ള ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് അനേകായിരങ്ങൾ കടന്നു വരട്ടെ കർത്താവേ. ഒരു 2 കോടി ദൈവജനം ബഥേൽ മാതാവിൻ്റെ ധ്യാന കേന്ദ്രത്തിലൂടെ മാനസാന്തരപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആർത്തിയോടെ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു കർത്താവേ. കർത്താവേ, പഠിച്ചിട്ടും പാസ്സാവാത്ത മക്കളുണ്ട്, സപ്ലിയുള്ള മക്കളുണ്ട്. അവർക്കതെല്ലാം പാസ്സായി കൊടുക്കണമേ കർത്താവേ. കരഞ്ഞ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിലവിളിയുടെ സ്വരത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, വലിയ ബോധ്യത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. വീടില്ലാതെ വേദനിക്കുന്ന മക്കള്, സ്ഥലം പോലും ഇല്ലാത്ത മക്കൾക്ക് സ്ഥലവും കൊടുക്കണമേ, വീടും കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഒരു തൊഴിലില്ലാത്ത മക്കള്, ആരാൻ്റെ വള്ളത്തിൽ പോകുന്ന മക്കൾക്ക് കർത്താവേ ഒരു വള്ളം കൊടുക്കണമേ, വല കൊടുക്കണമേ കർത്താവേ. പിഞ്ചു കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം കൊടുക്കുവാൻ അവർക്ക് അന്നന്ന് വേണ്ടുന്ന ആഹാരം കൊടുക്കണമേ കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ വേണ്ടപ്പെട്ട മക്കൾക്ക്, ഈ ലോകത്ത് കാണുന്ന ഞങ്ങളുടെ മക്കളെല്ലാവരും ഞങ്ങളുടെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണല്ലോ. അപ്പം ഞങ്ങളുടെ മക്കളാണല്ലോ കർത്താവേ. അവർ ആത്മീയമായിട്ട് വളരട്ടെ, മാനസാന്തരത്തിലേക്ക് കടന്നു വരട്ടെ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയി എല്ലാ ആത്മാക്കളുടെ പാപങ്ങൾ അവർക്ക് ക്ഷമിച്ചുകൊണ്ട് നിത്യശാന്തി കൊടുക്കണമേ കർത്താവ്. എല്ലാവരുടെ പാപങ്ങൾ ക്ഷമിച്ച് സ്വർഗരാജ്യം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ സ്വർഗവാസികളെ, ഞങ്ങൾക്ക് വേണ്ടി, ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി ബഥേൽ മാതാവിൻ്റെ ടീം മെമ്പേഴ്സ്, എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിൽ അറ്റൻഡ് ചെയ്യുന്നവരും, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ മക്കളും ഈ ടീമിൻ്റെ അംബാസിഡേഴ്സ് ആണല്ലോ കർത്താവേ. അവരെല്ലാവരും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണേ കർത്താവേ, അനുഗ്രഹിക്കണേ കർത്താവേ. ഇന്ന് ധ്യാനം കൂടി പോകുന്ന എല്ലാ മക്കൾക്കും നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണമേ കർത്താവേ. കർത്താവെ, അനുഗ്രഹിക്കണം. മൃഗങ്ങളെ വളർത്തുന്നവരുണ്ട് കർത്താവേ, പശുക്കളെ വളർത്തുന്ന അവരെല്ലാവരും ആസ്വദിച്ച് അനുഗ്രഹിക്കണേ കർത്താവേ. തോട്ടത്തൊഴിലാളികളുണ്ട്, തോട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, തോട്ടം നടത്തുന്നവരുണ്ട്, അവരെല്ലാവരും അനുഗ്രഹിക്കണേ കർത്താവേ. വാഹനം ഓടിക്കുന്നവരുണ്ട്, അവരെല്ലാവരും അനുഗ്രഹിക്കണമേ കർത്താവ്. ഓട്ടങ്ങൾ കൊടുക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഓരോ കുടുംബത്തിൽ ആശീർവദിക്കണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ കർത്താവേ. അനുഗ്രഹിക്കണേ കർത്താവേ. ഈശോയെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഇന്ന് ധ്യാനം കൂടി പോകുന്ന ഓരോ മക്കളെയും അവരുടെ യാത്രയെ ആസ്വദിക്കണേ, വാഹനങ്ങൾ ആസ്വദിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവേ നന്ദി. അവർ ചെന്ന് മറ്റുള്ളവരെ കൂടി അടുത്ത ധ്യാനത്തിലേക്ക് കൊണ്ടുവരട്ടെ. അവരുടെ പ്രാർത്ഥനകളാൽ ദൈവം അത്ഭുതം നടത്തി നന്ദി പറയുന്നു കർത്താവേ. കടക്കെണിയിൽ കഴിയുന്ന മക്കളുണ്ട്, അവർക്ക് മാനസാന്തരപ്പെടട്ടെ, യേശുവിലേക്ക് കടന്നു വരട്ടെ, അവരുടെ കടബാധ്യത മാറട്ടെ. രോഗത്തോട് മല്ലടിക്കുന്ന മക്കളുണ്ട്, വൈദിക വിദ്യാർത്ഥികളുണ്ട്,
സിസ്റ്റേഴ്സ് ആകാൻ പോകുന്നവരുണ്ട്, അവരെല്ലാവരും അനുഗ്രഹിക്കണമേ. ആഗോള കത്തോലിക്ക സഭയെ ആശീർവദിച്ച് അനുഗ്രഹിക്കണേ കർത്താവേ. ദിവ്യസക്രാരിയിൽ വസിക്കുന്ന ഞങ്ങളുടെ പൊന്നീശോയെ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇന്നത്തെ കുർബാന വഴി ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയെ, അവിടെ നിന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നവർ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തുതിക്കും മക്കളെ, സ്തുതിക്കും മക്കളെ, സ്തുതിക്കും മക്കളെ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ മക്കളെ, നമ്മുടെ ജനനം, അമ്മയുടെ ഉദരം മുതൽ ഈ നിമിഷം വരെയുള്ള കാലഘട്ടങ്ങളിൽ എൻ്റെ മക്കളെ, ദൈവം നമുക്ക് എത്ര 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 അനുഗ്രഹങ്ങളാണ് തന്നത്. എത്രയോ വലിയ അപകടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ചിരിക്കുന്നു. എത്രയോ വലിയ കടക്കണിയിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. നമുക്ക് ജോലി തന്നിരിക്കുന്നു, നമുക്ക് വാഹനങ്ങൾ തന്നിരിക്കുന്നു, നമുക്ക് ഭവനം തന്നിരിക്കുന്നു, നല്ല മാതാപിതാക്കളെ തന്നിരിക്കുന്നു, നല്ല ജീവിത പങ്കാളി കുഞ്ഞുങ്ങളെ തന്നിരിക്കുന്നു. മക്കളെ, എന്തെങ്കിലും നമ്മൾ നന്ദി പറയാറുണ്ടോ? നമുക്ക് നന്ദി പറയാം. ശാന്തമായി കുടുംബത്തോടെ എല്ലാവർക്കും നന്ദി പറയുകയാണെങ്കിൽ അത്രയും നല്ലത് മക്കളെ. നന്ദി, നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനാ. മക്കളെ, തകർന്നു പോകുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെ പിന്തിരിച്ചു കൊണ്ടുവന്ന് അനുഗ്രഹിച്ച നല്ല ദൈവത്തിന് ഹൃദയം തുറന്നുള്ള മനസ്സ് കർത്താവിലേക്ക് ഉയർത്തിയിട്ടുള്ള നന്ദി, നന്ദി, നന്ദി നാഥ യേശുവേ, യേശുവേ. നന്ദി, നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനായി. നന്ദി, നന്ദി നാഥ. കണ്ണുകളടച്ച് എൻ്റെ ഈശോയെ, അങ്ങേ ആരാധിക്കാൻ കിട്ടിയ നിമിഷത്തോട് നന്ദി പറയുന്നു. നിന്റെ മക്കളോട് ചേർന്ന്, ലോകത്തോട് ചേർന്ന്, അനേകായിരങ്ങളോട് ചേർന്ന് അങ്ങയെ മഹത്വപ്പെടുത്താനുള്ള സമയം കിട്ടിയ എൻ്റെ കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. യേശുവേ, നിന്നോട് കൂടി ആയിരിക്കുവാൻ കഴിയുന്നത് എത്ര ധന്യമാണ് കർത്താവേ. യേശുവേ, നിന്റെ മക്കളോട് ചേർന്ന്, അങ്ങയോട് ചേർന്ന്, അങ്ങയോട് ചേർന്ന് കർത്താവേ, ഞങ്ങളുടെ മധ്യ നീ ഉണ്ടല്ലോ കർത്താവേ. മത്തായി 18:22 പേരുടെ നാമത്തിൽ നിങ്ങൾ എവിടെ കൂടിയാലും അവരുടെ മധ്യ ഞാനോട് കരളി ചെയ്ത കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ അങ്ങയോട് ചേർന്ന്, അങ്ങയോട് മുട്ടിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ അവസരം നൽകിയ നല്ല ദൈവമേ, നന്ദി, 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 നന്ദി കർത്താവേ. കണ്ണുകൾ അടച്ച് ശാന്തമാകാം, ശാന്തമാകാം. എത്ര അനുഗ്രഹ നിമിഷമാണ്, എത്ര അനുഗ്രഹ നിമിഷമാണ് ദൈവം നമുക്ക് തന്നേക്കണത്. കണ്ണുകൾ അടച്ച് ശാന്തമാകാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തില് നമ്മുടെ ശിരസില്, നമ്മുടെ ഭവനത്തില്, നമ്മുടെ വാഹനങ്ങള്, നമ്മുടെ തൊഴിലില് അഭിഷേകാഗ്നി ഇറങ്ങട്ടെ, അഭിഷേകാഗ്നി ഇറങ്ങട്ടെ, അഭിഷേകാഗ്നി ഇറങ്ങട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ നിറയട്ടെ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.